എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഇതുവരെ നിങ്ങൾ +1 പ്രവേശനത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ വീണ്ടും പുതിയൊരു അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്കൂളിൽ നിങ്ങൾക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യമുള്ള സ്കൂളുകളാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ SC ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ചില സ്കൂളുകളിൽ മറ്റ് കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു സീറ്റുകൾ ഉണ്ട്. അതായത് ചില സ്കൂളുകളിൽ ഏകദേശം 10% ആണ് മറ്റു കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സീറ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സീറ്റുകളും SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MRS എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും. ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞിട്ട് നൽകിയത് കാണാം. MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് MRS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ, നിങ്ങൾ SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥി ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാം. സാധാരണ +1 അപേക്ഷിച്ച് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾ ഓൾറെഡി +1 കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴി നിങ്ങൾ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു പ്രവേശനത്തിനായിട്ട് നിങ്ങൾ പുതിയൊരു അപേക്ഷ അതായത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ളത് വഴി ആ ഒരു പുതിയൊരു അപേക്ഷ വിദ്യാർത്ഥികൾ നൽകാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ ഏകജാല സംവിധാനത്തിൽ അതായത് നിങ്ങൾ ഏകജാല സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുന്നതിനായിട്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ വീണ്ടും അപേക്ഷ നൽകണം എന്നുള്ളത് പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 30 വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. മുഖ്യഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളാണുള്ളത്. ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ 30 വരെ നൽകാം. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 7-ാം തീയതിയാണ്. ഇത് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റാണ് പറയുന്നത്, അല്ലാതെ SWS അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് അല്ല. SWS എന്ന് പറഞ്ഞാൽ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നുള്ളതാണ്. അത് ആണ് കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ അലോട്ട്മെൻറ്റ് ഡേറ്റ് മാത്രമാണ്. മറ്റേത് മാറ്റമാണ്, അത് നേരത്തെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ ആദ്യ അലോട്ട്മെൻറ്റ് 13-ാം തീയതിയാണ്, ജൂൺ 13-നാണ്. അതുപോലെ മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 19-ാം തീയതിയാണ്. അപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള അപേക്ഷയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 7-ാം തീയതിയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 24-ാം തീയതിയാണ്. അത് 24-ാം തീയതി ജൂണാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 2 മുതൽ ജൂലൈ 31 വരെയാണ് അതിനുള്ള അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സ്കൂളിൽ നിങ്ങൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സഹായ കേന്ദ്രങ്ങളിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ എത്ര സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് ഈ ഒരു ലിസ്റ്റിൽ ടോട്ടൽ 14 സ്കൂളുകളുണ്ട്. അപ്പോൾ ഓരോ സ്കൂളിലെയും റിസർവേഷൻ വ്യത്യസ്തപ്പെട്ടിട്ടാണുള്ളത്. അപ്പോൾ പല സ്കൂളുകളിലും ഏകദേശം 60% സീറ്റാണ് അതായത് ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് റിസർവ് ചെയ്തിട്ടുള്ളത്. 30% SC വിദ്യാർത്ഥികൾക്കും 10% അതർ കാറ്റഗറിക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. ചില സ്കൂളിൽ 50-50 അനുപാതത്തിൽ, അതായത് 50% സീറ്റ് ഗേൾസിനും 50% സീറ്റ് ബോയ്സിനുമാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ആ ഒരു രീതിയിൽ അവിടെ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക.
അപേക്ഷ നൽകാനായിട്ട് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓരോ ജില്ലയിലും ഓരോ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല നിങ്ങൾ ഈ ഒരു MRS അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് സെലക്ട് നേറ്റീവ് ഡിസ്ട്രിക്ട് ഓർ SSLC സ്റ്റഡി ഡിസ്ട്രിക്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപേക്ഷിക്കുന്ന SC/ST കാറ്റഗറിയിലെ അല്ലെങ്കിൽ അതർ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ ചോദിക്കും, അതായത് നിങ്ങളുടെ സ്കീം ഏതാണ്. സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വർഷം SSLC പാസ്സായതാണെങ്കിൽ SSLC 2023-24 എന്നുള്ളതാണ്, ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്കീമാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്കീം സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണോ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യണം. അത് നിങ്ങളുടെ SSLC റിസൾട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണെങ്കിൽ അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ് ഇതൊക്കെ കറക്റ്റായിട്ട് നൽകുക. അതുപോലെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കണം നൽകേണ്ടത്. അല്ലാതെ ഇടയ്ക്ക് കട്ടായി പോകുന്ന നമ്പറൊന്നും കൊടുത്തു പോകരുത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് OTP ചോദിക്കും. അപ്പോൾ OTP ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്കാണ്, അതായത് നിങ്ങൾ നൽകുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് OTP വരേണ്ടത്. അഥവാ അത് കട്ടായി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ ഒരു OTP കിട്ടാതെ വരികയും പിന്നീട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണെന്നുള്ള ശ്രദ്ധിച്ച ശേഷം ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് OTP ആണ് ചോദിക്കുക. അപ്പോൾ OTP ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇവിടെ ഈ ഒരു അപേക്ഷയിൽ സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP വന്ന ശേഷം നെക്സ്റ്റ് പേജിൽ എൻ്റർ OTP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ OTP കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. OTP കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് 2 ബോക്സ് ഉണ്ടാകും. 2 ബോക്സിലും സെയിം പാസ്വേഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക്, അതായത് പാസ്വേഡ് നിങ്ങൾ കറക്റ്റായിട്ട് നൽകിയ ശേഷം അപ്ഡേറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് അപ്ഡേറ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ അടുത്തതായിട്ട് നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണെന്നത് നൽകിയിട്ടുണ്ടാകും. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു നമ്പർ പിന്നീട് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലേക്കാണ്, അതായത് ഈ ഒരു 14 സ്കൂളുകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഒരു 14 സ്കൂളുകളിലേക്കും ഓപ്ഷൻ വെച്ച് നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അതുപോലെ നിങ്ങളുടെ SSLCയുടെ മാർക്കൊക്കെ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയ ശേഷം ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 30-ാം തീയതി വരെയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ SC/ST കാറ്റഗറിയിൽ ഉള്ള വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് സ്കൂളിൽ താമസിച്ച് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.